എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 125-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. നരാശംസമിഹ പ്രിയ അസ്മിൻ യജ്ഞ ഉപഹ്വയേ മധുജിഹ്വം ഹവിഷ്കൃതം. അന്വയം: ഇഹ അസ്മിൻ പ്രിയം മധുജിഹ്വം ഹവി കൃതം നരാശംസം യജ്ഞം ഉപഹ്വയേ. അതാണ് അന്വയം. ഇഹ ദേവയാഗഭൂമിയിൽ, ഇഹ ഈ യാഗഭൂമിയിൽ എന്നർത്ഥം. ഇവിടെ ദേവയാഗഭൂമിയിൽ എന്നർത്ഥം. അസ്മിൻ യജ്ഞത്തിൽ പ്രിയം ദേവപ്രിയ ഹേതുവായിട്ട് മധുജിഹ്വം മധുരമായ വചനങ്ങളാൽ പൂർണ്ണമായ ജിഹ്വയോടുകൂടി ഹവിഷ്കൃതം ഹവിസ് നിർമ്മിക്കുന്ന നരാശംസം എന്നു പേരോടുകൂടിയ അഗ്നി യജ്ഞം ഉപഹ്വയെ യജ്ഞവേദിയിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. മധുജിഹ്വം ഹവിഷ്കൃതം അഗ്നിം. മധുരമായ വചനങ്ങളാൽ പൂർണ്ണമായ ജിഹ്വയോടുകൂടിയ ഉത്കൃഷ്ടങ്ങളായ മന്ത്രങ്ങൾ ജപിക്കുന്ന ജിഹ്വയോടുകൂടിയ എന്നർത്ഥം. അഗ്നിക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മന്ത്രങ്ങൾ ജപിക്കുന്ന ജിഹ്വ എന്നർത്ഥം. അതാണ് മധുജിഹ്വ എന്നിവിടെ പറയാൻ കാരണം. ആ യജ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ആഹ്വാനം ചെയ്യുന്നു. ദേവന്മാരെ ആഹ്വാനം ചെയ്തിട്ടുള്ള യാഗഭൂമിയിൽ ദേവന്മാർക്ക് പ്രിയഭൂതനും മധുരമായി ഭാഷിക്കുന്നവനും മധുരമായ നാവോടുകൂടിയ, ഇവിടെ മധുജിഹ്വ എന്ന് പറയുന്നത് മധുരമായ വാക്കുകൾ ജപിക്കുന്നതായിട്ടുള്ള എന്നർത്ഥം. ഉത്കൃഷ്ടമായ മന്ത്രസ്തുതികളോടുകൂടിയ അഗ്നിദേവ ഹവിസിനെ ഉണ്ടാക്കുന്നവനും ഋത്വിക്, ഹവിസിനെ സമാഹരിക്കുന്നവൻ ഋത്വിക്, നരാശംസൻ എന്നുപേരായ അഗ്നിദേവനെ ഞാൻ യജ്ഞവേദിയിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. അഗ്നിയുടെ മറ്റൊരു പേരാണ് നരാശംസൻ. ആ നരാശംസൻ എന്ന അഗ്നിദേവനെ ഞങ്ങൾ യാഗവേദിയിലേക്ക് ഉദാത്തമായിട്ടുള്ള മധുരപൂർണമായ ഹവിസ് നിർമ്മിച്ചിട്ട് അത് യാഗവേദിയിൽ ഉത്തമസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് അഗ്നിദേവനെ, നരാശംസൻ എന്ന് പറയുന്ന അഗ്നിദേവനെ ഞങ്ങൾ യാഗവേദിയിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. അതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.